like a Hellcat. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിഫോഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടിച്ചട്ടി വെച്ചിട്ട് നമ്മൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും സിമ്പിളസ്റ്റ് മോഡിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അത് ഓസൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓസ് വെച്ച് നമ്മൾ പമ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടാണ് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ഗപ്പിക്കുളം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഗപ്പി ടാങ്ക്. അപ്പോൾ മീനൊക്കെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ മീനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഗപ്പി ടാങ്ക് നമ്മളിന്ന് ഫുൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഹോസ് വെച്ചിട്ടാണ്. നമ്മളെ വീട്ടിലെ സാധാരണ ഹോസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹോസിൽ നിന്ന് നമ്മൾ വെള്ളം പമ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വെച്ച് താമസിക്കുന്നില്ല, വെച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ ഓസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഈ ഓസിൻ്റെ ഒരെൻഡ് നമ്മൾ ഈ വാട്ടർ ടാങ്കിലേക്ക് മുക്കി വെക്കണം, മറ്റേ എൻ്റെ നമ്മൾ പൈപ്പിൽ കണക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നതല്ലേ, ഇതിൻ്റെ അറ്റത്ത് നമ്മളൊരു നെറ്റ് ഇടുന്നുണ്ട്. അപ്പം നമ്മളിനി ഓസിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു നെറ്റ് ഇട്ടാൻ പോവാണ്. നമ്മളൊരു നെറ്റ് ഇവിടെ പിടിപ്പിക്കാം. നമ്മളിത് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റബ്ബർ ബാൻഡാണ്. നമ്മൾ റബ്ബർ ബാൻഡും വെച്ച് നന്നായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാട്ടർ പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ നമ്മളെ മീനൊന്നും ഓസിലേക്ക് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ മീൻ എന്ന് പറയുന്നത് ഗപ്പിയാണ്. അപ്പോൾ വേഗം എന്താ പറയുക ഓസിലോട്ട് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓസിൽ നെറ്റും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മീൻ പുറത്തു പോവുകയും ചെയ്യില്ല, നമ്മളെ വേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നെറ്റൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ഓസ് എന്താ പറയുക ഓസ് നെറ്റൊക്കെ കെട്ടി വെച്ച നമ്മളെ ഹോസ് നമ്മളിനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളെ ഹോസിൻ്റെ മറ്റേ അറ്റം എടുത്തിട്ട് നമ്മളെ പൈപ്പിന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തു. നമുക്ക് ഈ പൈപ്പ് ഓൺ ചെയ്യാം. ഓൺ ചെയ്താൽ അത് നല്ലോണം ഇപ്പോൾ വെള്ളം നല്ല ഫോഴ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഒരു 10 സെക്കൻഡോളം നമുക്ക് അനങ്ങാണ്ട് വെക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈമായി. നമുക്കിത് വലിച്ചിടാം. അപ്പോൾ വലിച്ചിട്ടിട്ടേ പൈപ്പ് ഓഫാക്കാൻ പാടുള്ളൂ. വലിച്ച് ഇട്ടതിന് ശേഷം മാത്രമേ പൈപ്പ് ഓഫാക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് പൈപ്പ് ഓഫാക്കിയിട്ട് വലിക്കാൻ പാടില്ല. ഇപ്പം നമുക്ക് കാണാം, ഇതിലൂടെ നമ്മളെ ഫിഷ് ടാങ്കിലെ വെള്ളമാണ് ഇവിടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇവിടെ വെള്ളം പോകുന്നുണ്ട്. നമ്മളെ ഫിഷ് ടാങ്ക് നോക്കാം, ഇതിലൂടെ വെള്ളം പോകുന്നുണ്ട്. പിന്നെ നമ്മളിത് അടിയിലേക്ക് കൂടി നമ്മളെ കച്ചറയിലൊക്കെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ കച്ചറയൊക്കെ ഇതിലൂടെ പമ്പ് ചെയ്ത് പുറത്ത് വരും. നമ്മളിത് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഓടിച്ചു കൊടുത്താൽ മതി. എവിടെയൊക്കെ കച്ചറുള്ള എവിടെയൊക്കെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മളെ മീനൊട്ടും ഇതിൻ്റെ ഉള്ളിൽ കയറുകയും ചെയ്യില്ല, നമ്മളെ കച്ചറയൊക്കെ നന്നായിട്ട് പമ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നല്ലൊരു മെത്തേഡാണ്. ഞാൻ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ഗ്ലാസ്സിൽ കളക്ട് ചെയ്തിട്ടുള്ള കച്ചറയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കച്ചറയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അതിനുള്ളിലുള്ള വേസ്റ്റൊക്കെ നന്നായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറേ കറുപ്പ് കളർ എന്തൊക്കെയോ വേസ്റ്റൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മെത്തേഡാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫുള്ള് വേസ്റ്റൊക്കെ കളയാം. അപ്പോൾ ഇവിടെ മീനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ മീനൊന്നും യാതൊരുവിധ പ്രശ്നവും പറ്റൂല. അതേപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ 3/4 ഭാഗത്തോളം വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ നമ്മൾ പിന്നെയും വെള്ളം ഒന്ന് അടിച്ച് കയറ്റാണ്. അപ്പോൾ വേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളകി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഒന്നും കൂടി കളയാൻ നല്ല വൃത്തിയിൽ കിട്ടും. ഇപ്പം നോക്കി നല്ല കട്ട് എന്താ പറയുക, നല്ല വേസ്റ്റാണ്. അപ്പോൾ
നമുക്കിതെല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ ഫുള്ളൊന്ന് നമ്മൾ വെള്ളം കയറ്റിയിട്ട് അതേപോലെ നമ്മൾ തുറന്നു വിടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കച്ചറയൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഇത് എന്താ പറയുക, ഫുള്ള് വെള്ളമൊക്കെ കളഞ്ഞ് മീനൊക്കെ പുറത്തെടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലിത് ഫിഷ് ടാങ്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വീട്ടിൽ എപ്പോഴും എന്താ പറയുക, ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ അതൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചു. പലരും ഫുള്ള് മീനൊക്കെ പുറത്തെടുത്ത് വെള്ളം മറിച്ച് പിന്നെയും വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് കയറ്റുന്നതാണ് കാണാറ്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ അത് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ C4 ക്രാഫ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തത് ചെടിച്ചട്ടിയിലാണ്. അപ്പോൾ ചെടിച്ചട്ടിയിൽ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ചെടിച്ചട്ടിയിൽ ചെയ്ത ഫിഷ് ടാങ്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നേരെ താഴെ പോയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.